അടുത്തയാഴ്ച റോ എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നത് റൈബാക്ക് ആയിരുന്നു. റൈബാക്കുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ റോ ജനറൽ മാനേജറായിട്ടുണ്ടായിരുന്ന വിക്കി ഗെറേറോയും കൂടി എത്തുകയുണ്ടായി. ഇവരുടെ മുൻപിൽ ഒരു സെക്യൂരിറ്റി കൂടി ഉണ്ടായിരുന്നു. വിക്കി ഗെറേറോയെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു സെക്യൂരിറ്റിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. റൈബാക്ക് പറഞ്ഞത് തനിക്ക് സിഎം പങ്കിനെതിരെ TLCയിൽ ഒരു മാച്ച് വേണം, അത് ടേബിൾസ്, ലാഡേഴ്സ് ആൻഡ് ചെയർസ് മാച്ച് ആയിരിക്കണം എന്നുള്ളതായിരുന്നു. വിക്കി ഗെറേറോ പറഞ്ഞു, നിനക്ക് ഞാൻ മാച്ചിലാണ് തന്നെ തരാം, പക്ഷേ ഇപ്പോൾ നീ റിങ്ങിൽ നിന്നും ഇറങ്ങി പോകണമെന്ന് തന്നെ. അത് കഴിഞ്ഞ് റൈബാക്ക് സെക്യൂരിറ്റികളൊന്ന് പേടിപ്പിച്ചപ്പോഴേക്കും അവരൊക്കെ റിങ്ങിൽ നിന്നും ഓടിപ്പോകുന്നതും നമ്മൾ കണ്ടു. അതേ റോ എപ്പിസോഡിലെ മെയിൻ ഇവന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് CM Punk വേഴ്സസ് കെയ്ൻ തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് ആയിരുന്നു. കെയ്ൻ ഒരു ടോം സ്റ്റോൺ പൈൽ ഡ്രൈവർ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും ഷീൽഡ് ടീം ഫാൻസിന്റെ ഇടയിൽ നിന്നും ഇറങ്ങി വരുന്നത് കെയ്ൻ കണ്ടതോടുകൂടി അതിന്റെ ഡിസ്ട്രാക്ഷൻ വെച്ചുകൊണ്ട് CM Punk ഒരു ഗോ ടു സ്ലീപ്പ് ചെയ്തുകൊണ്ട് കെയ്നെ തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു മാച്ചിൽ വിജയിക്കുന്നതും നമ്മൾ കണ്ടു. അപ്പോഴേക്കും ഷീൽഡ് ടീം വന്നുകൊണ്ട് കെയ്നെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഡാനിയൽ ബ്രയാൻ, അതായത് കെയ്നിന്റെ അപ്പോഴത്തെ ടാഗ് ടീം ആയിട്ടുണ്ടായിരുന്ന ഹെൽനോ ടീമിലെ ഡാനിയൽ ബ്രയാൻ വന്നുകൊണ്ട് ഷീൽഡിനെ അറ്റാക്ക് ചെയ്തു. ഫാൻസ് മുഴുവൻ ഫീഡ് മീ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ചാൻഡുകളായിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതാ വരുന്നു റൈബാക്ക് വന്നത് കണ്ടതും CM Punk ഓടി രക്ഷപ്പെടുകയുണ്ടായി. റൈബാക്ക് 3 പേരെയും അറ്റാക്ക് ചെയ്തു. ഷീൽഡിനെ മുഴുവൻ തീർക്കുമെന്നുള്ളൊരു ലെവലിൽ എത്തി നിൽക്കുന്ന സമയത്ത് അതാ CM Punk വന്നുകൊണ്ട് റൈബാക്കിനെ പുറകിൽ നിന്നും അടിക്കുന്നു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് റോമൻ റെയിൻസ് റൈബാക്കിനെ ഒരു സ്പിയർ ചെയ്യുന്നു. എന്നിട്ട് അവർ റിങ്ങിൽ തന്നെ റൈബാക്കിനെ പവർ ബോംബ് ചെയ്തിരുന്നു.